എവിടുന്നേലും എന്തെങ്കിലും കഴിച്ചാൽ അതിൻ്റെ റെസിപ്പി ചോദിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു മൊമോസ് കഴിച്ചിട്ട് അതിൻ്റെ റെസിപ്പി ചോദിച്ച വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. ആ ബാറ്ററിന് വേണ്ടിയിട്ട് 3 കപ്പ് മൈദയും കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, അതിനുശേഷം 2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചായി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായി കുഴച്ചെടുത്തിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം ബോൺലെസ്സായ ചിക്കൻ മിക്സിയിൽ അരച്ചെടുത്തതാണ്. അതിലേക്ക് ചോപ്പ് ചെയ്ത ഉള്ളി, ചെറുതായി അരിഞ്ഞ ഉള്ളിയും സ്പ്രിംഗ് ഓണിയനും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ചില്ലി ഫ്ലെക്സ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കുറച്ച് സിർക്കയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിർക്ക ഞാൻ ആദ്യം ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് സിർക്ക ചേർത്ത് കൊടുത്തിട്ടുള്ളതിൽ. ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും മൊമോസിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന്. പക്ഷേങ്കിൽ ഇത് കഴിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് റെസിപ്പി ചോദിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് പരത്തിയെടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ കട്ട് ചെയ്യുന്നത് നമ്മൾ പുട്ടിൻ്റെ കുറ്റിയില്ലേ അതിൻ്റെ ഒരു ഭാഗത്ത് നിന്നാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ കട്ട് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള പാത്രത്തിൽ അത് കട്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നു. 2 ഭാഗത്തും ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നല്ലോണം തിന്നായി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. റബ്ബർ പോലെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ ഫില്ലിങ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ 3 ഷേപ്പിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നേരെ പകുതിയായി മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ 2 അറ്റത്ത് നിന്നും ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ മൊമോസ് ഉണ്ടാക്കാറ്. നമ്മൾ ഈ ഒരു ഷേപ്പിലാവുമ്പോണ്ടല്ലോ ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ ഒരു റബ്ബർ പോലെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മളിത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ 2-3 അല്ലി വെളുത്തുള്ളി, ചില്ലി ഫ്ലെക്സ് അല്ലെങ്കിൽ ചില്ലി ആയാലും എടുത്താൽ മതി. അതുപോലെ തന്നെ ഉപ്പ്, നമ്മൾ തക്കാളി പുഴുങ്ങിയത് വേവിച്ചിട്ട് അതിൻ്റെ തോല് കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പാനിൽ കുറുക്കിയെടുക്കുന്നുണ്ട്. ഞാനുണ്ടല്ലോ ഇത് ചെയ്തപ്പം കുറച്ചൊന്ന് ആവിയിൽ വേവിച്ചതും കുറച്ച് ഫ്രൈ ചെയ്തിട്ടുമാണ് എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത്